സ്നേഹിതരെ എല്ലാവർക്കും നമസ്കാരം. പ്ലസ് പോയിന്റ് ആരംഭിക്കുന്നു ഏഷ്യാനെറ്റ് റേഡിയോ 657-ൽ. പ്രിയമുള്ള നിങ്ങളെ എല്ലാവരെയും പ്ലസ് പോയിന്റിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഞാൻ രാജീവ് കോടംപള്ളി. പ്ലസ് പോയിന്റിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിന് ഉതകുന്ന ധാരാളം പ്രഗത്ഭ വ്യക്തികൾ നമ്മുടെ ഈ പ്ലസ് പോയിന്റിലേക്ക് എത്തി ഈ ഹോട്ട് സീറ്റിൽ നിങ്ങൾക്കായി ഒരുപാട് സന്ദേശങ്ങൾ നൽകി കടന്നുപോകുന്നു. അവർ ഓരോ എപ്പിസോഡിലും വന്ന് നമുക്കായി നൽകുന്ന നല്ല പാഠങ്ങൾ, നല്ല ചിന്തകളൊക്കെ തന്നെ നമ്മുടെ പ്രസാദാത്മകമായ മുന്നോട്ടുള്ള ലക്ഷ്യത്തിന് പ്രചോദനമായി മാറുന്നു. ആ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് പ്രചോദനമായി മാറുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ പ്ലസ് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്ന ആ വിശിഷ്ട വ്യക്തി അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്വന്തം ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ സ്വന്തം ദിനങ്ങളിൽ തന്നെ ഓരോ മണിക്കൂറുകളിലും ഓരോ നിമിഷങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പാത അത് തെളിക്കുവാനും മറ്റുള്ളവർക്ക് അത് കാട്ടിക്കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരാൾ തന്നെയാണ് ശ്രീ മനോജ് കളരിക്കൽ. മനോജിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പ്ലസ് പോയിന്റിലേക്ക്, ഏഷ്യാനെറ്റ് റേഡിയോയുടെ പ്ലസ് പോയിന്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക്. സ്വാഗതം. നമസ്കാരം. സ്വാഗതം. നമസ്കാരം. മനോജിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. പക്ഷെ ആ വിശേഷണങ്ങൾക്കും അപ്പുറം ജന്മനാടിനോട് സ്നേഹമുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ മലയാള ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്രവാസ ലോകത്ത് എപ്പോഴും ഒരു കൂട്ടായി അവർക്ക് അവരുടെ മലയാള സ്നേഹത്തിന് തണലായി ഒക്കെ നിൽക്കുന്ന ഒരു വലിയ വടവൃക്ഷമാണ് താങ്കളല്ലേ? മനോജ്ഞം എന്ന ഒരു പ്രത്യേക സംഭവം തന്നെ താങ്കളുടെ ഭാഗത്ത് വന്നു. അതിനെ മറ്റൊന്നുമായി പറഞ്ഞ് ഒതുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനോജ്ഞം എന്ന് പറഞ്ഞാൽ മനോഹരം എന്നുള്ള അർത്ഥമാണെങ്കിലും അതിനൊക്കെ അപ്പുറം അർത്ഥാന്തരങ്ങൾ താങ്കൾ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് കൊടുത്തിട്ടുണ്ട്. മനോജ്ഞത്തിലും മനോജിലും ഒക്കെ തന്നെ തുടങ്ങാം. എന്തൊക്കെയാണ് പരിപാടികൾ? അതായത് നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 18 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് രാജ്യത്ത് നമ്മൾ ജീവിതത്തിന്റെ ഭാഗമായി വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു മലയാളത്തെ നാം പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ എന്നുള്ളത് ഒരു സത്യം. നാട്ടിൽ നിന്ന് വരുമ്പോഴാണല്ലോ നമ്മുടെ പിറന്ന നാടിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി വന്ന് ഒരു കർമ്മ രംഗത്ത്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ വന്നപ്പോഴാണ് മലയാളത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് മറ്റുള്ള എല്ലാ ഭാഷകളെ പഠിക്കുന്നത് പോലെ തന്നെ മലയാളത്തിന്റെ ഒരു സൗന്ദര്യം, അതിന്റെ ഒരു സംസ്കാരം, ജീവിത പശ്ചാത്തലം, ഇത് എത്രമാത്രം മഹത്തരമാണെന്ന് നാം മനസ്സിലാക്കിയേ തീരൂ. കാലാന്തരങ്ങളിൽ ഭാഷയുടെ ആ പ്രചോദനം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ മറ്റു ഭാഷകൾക്ക് കൊടുക്കുന്ന അതേ കാര്യപ്രസക്തമായ ചിന്ത നമ്മുടെ ഭാഷയ്ക്കും കൊടുക്കണം എന്നുള്ള ചിന്ത മനസ്സിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും സർവോപരി സമൂഹത്തിന്റെ എല്ലാ കോണുകളിലും മലയാളം എന്ന ആ ഒരു മഹത്തായ സംസ്കൃതിയുടെ ആ ചിന്ത, ആ ഒരു കർമ്മം എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയാണത്തിന്റെ ഭാഗമായി മനോജ്ഞം എന്നുള്ള ഒരു ആശയം ഉണ്ടാക്കിയെടുത്തു. ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയും തന്നെ മലയാള ഭാഷ പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമായ കാര്യമാണ്. അക്ഷരങ്ങൾ പഠിക്കാതെ നമുക്ക് വായിക്കാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല, മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോ ഇതെല്ലാം പഠിപ്പിക്കുന്നതിനോട് കൂടി തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന ധാർമ്മികത, നീതിബോധം, ലോകത്തിന് കൊടുത്ത ഒരു വലിയൊരു ഉൾക്കാഴ്ച, ആ ഒരു ഏകസങ്കല്പം, ഇത് പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടി അത് പല രീതിയിൽ കഥകളിൽ കൂടി, കവിതകളിൽ കൂടി, നൃത്ത രൂപാന്തരത്തിൽ കൂടി, ഇങ്ങനെ പല രീതിയിൽ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു കർമ്മ പഥമാണ് മനോജ്ഞം. ഇത് പറയുമ്പോൾ ആ കർമ്മത്തിന്റെ ഒരു മഹത്വം എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. മലയാള ഭാഷയോടുള്ള സ്നേഹം, മലയാള ഭാഷ മറ്റുള്ളവർക്ക് അതിന്റെ മഹത്വം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആത്മദാഹം, ഇതൊക്കെയുണ്ട്. ഇത് എവിടുന്ന് തുടങ്ങി എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ ശരിക്കും ഒരു ഇംഗ്ലീഷിലാണ് ബിരുദാനന്തര ബിരുദം നേടിയത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ്. പക്ഷേ ആ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പഠിച്ചപ്പോഴും
മലയാളം കൂടെ കൊണ്ടുവരുന്നു. മലയാളം എന്ന ആ ഒരു പദവിന്യാസത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതിന്റെ ഒരു ഗ്രാമീണത എന്ന് പറയുന്നത് ഗ്രാമത്തിന്റെ അവസ്ഥ മാത്രമല്ല, എന്തോ ഒരു സൗന്ദര്യമാണ്, നിർമ്മലതയാണ്, ആത്മാവാണ്, പരിശുദ്ധമായ ആ ഒരു സങ്കല്പത്തിൽ കൂടി അധിഷ്ഠിതമായ ജീവിതമാണല്ലോ നമ്മുടെ ഉണ്ടായിരുന്നത്. പക്ഷേ നാം ഇന്ന് കാലാന്തരങ്ങളിൽ മാറ്റം വന്നപ്പോൾ ഒരു യാന്ത്രികതര അംശം, എല്ലാത്തിനും യാന്ത്രിക അംശം, ഒരു പഠിക്കുന്ന കാര്യത്തിൽ യാന്ത്രികത അംശം, നാട്യപ്രധാനം, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നാം വന്നപ്പോൾ പലപ്പോഴും ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നമായി ഒരു സമാധാനം കിട്ടുന്നില്ല. കൊച്ചു കുട്ടികൾ, കഴിഞ്ഞിടയ്ക്ക് പോലും ഞാൻ വിവിധ ക്യാമ്പുകളിൽ പോയ സമയത്ത് കുട്ടികൾ പറയുന്നു ഒരു സമാധാനം കിട്ടുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് സമ്മർദ്ദമാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് സ്നേഹം കിട്ടുന്നില്ല. ആ അടിവരയിട്ട് പറയേണ്ട കാര്യമാണ് സ്നേഹം, അമ്മയുടെ സ്നേഹം, ആ പരിലാളനം കിട്ടുന്നില്ല. അത് അമ്മയും അച്ഛനും സ്നേഹിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ മാതൃഭാഷയിൽ അധിഷ്ഠിതമായ ആ സംസ്കൃതിയുടെ ഒരു പ്രഭയുണ്ടല്ലോ, അത് കുഞ്ഞുങ്ങളിലേക്ക് ഒരു തലോടൽ പോലെ, ഒരു സ്പർശനം പോലെ കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ശരിക്കും മനോജ് പറയുമ്പോൾ ഈ സ്നേഹം എന്നുള്ള ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുള്ള ഈ അർത്ഥങ്ങൾ പലതാണല്ലോ. സ്നേഹം എണ്ണയും കൂടിയാണല്ലോ. അതെ, തീർച്ചയായിട്ടും. സ്നേഹം കൊടുക്കുന്ന സമയത്താണ് ശരിക്കും മൃദുത്വം ഒക്കെ വരുന്നത്. മൃദുത്വം, എണ്ണ ഇടുക എന്നൊക്കെ പറയുന്നത് ശരിയാണ്. തുരുമ്പെടുക്കാത്തൊരു വളരെ ശരിയാണ്. അത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും അവർ അനുഭവിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും വന്നിട്ട്. അത് മാത്രമല്ല, എനിക്ക് മനോജിൽ നിന്ന് കേൾക്കാനുള്ളത്, മനോജ് ഇവിടെ ഒത്തിരി കാലം കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ഈ അച്ഛനമ്മമാർക്ക് തന്നെ മലയാളത്തിൽ നിന്ന് മകനോ മകളോ ഇത്തിരി വിട്ടുനിന്ന് അവൻ വേറെ ഭാഷയോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചാൽ അത് ആഡംബരമായി മാറുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതെ, ഉണ്ടായിരുന്നു. കാര്യം ഇതുകൊണ്ട് പ്രയോജനമില്ല, ഇത് പഠിക്കുന്നതുകൊണ്ട് പ്രയോജനമല്ല എന്നുള്ള ചിന്താസങ്കല്പം മുൻപുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മഹത്വവും അതിന്റെ സംസ്കാരവും അതിന്റെ ജീവിത രീതി പഠിച്ചു വന്നപ്പോൾ ഇതിൽ ഇത്രയൊക്കെ ഉണ്ടോ എന്ന് അവർ മനസ്സിലാക്കി തുടങ്ങി. കാര്യം മനസ്സിനൊരു പാകത വരുന്നുണ്ടെങ്കിൽ, മനസ്സിനൊരു ഒരു തീർത്ഥമായ സമ്പത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് ഉദിക്കുന്ന ആ ഒരു സ്നേഹം, മറ്റുള്ളവരുടെ പരിലാളനം, ഇതൊക്കെ അമ്മയുടെ സ്നേഹത്തിന്റെ ഒരു തലോടൽ കൊണ്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോ മറ്റു ഭാഷകൾ പഠിക്കുക, തീർച്ചയായിട്ടും മറ്റു ഭാഷകൾ പഠിക്കേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന ആ സ്നേഹത്തിന്റെ വ്യാപ്തി അക്ഷരങ്ങൾ പഠിക്കുന്നതിനോട് കൂടി തന്നെ അത് വായിച്ച് ഉൾക്കൊണ്ട് സമൂഹത്തിൽ അത് എങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാം എന്ന ചിന്ത കുട്ടികളിലേക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി മാതാപിതാക്കൾക്ക് ഒരു പ്രേരണ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഉണ്ട്. മനോജ്ഞത്തിൽ അതും ഭാഗമാണ്. മാതാപിതാക്കളും അതുപോലെ കുട്ടികളും ഒന്നിച്ചു വന്നിരിക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ആപ്തമായ ചിന്ത, അല്ലെ ഇതിലെ ഒരു ദിവ്യമായ ഒരു സൗന്ദര്യ പ്രക്രിയ അവരിലേക്ക് മനസ്സിലാക്കി വന്നപ്പോൾ അവർക്കിത് പഠിക്കണമെന്നും ഇതിലെ കഥകൾ അറിയണമെന്നും കവിതകൾ പഠിക്കണമെന്നും കല അല്ലെങ്കിൽ അതിലെ സങ്കല്പങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കണമെന്നൊക്കെ ചിന്ത ആയി വന്നിട്ടുണ്ട്. എനിക്കൊന്ന് മനോജനെ ഞാൻ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ മലയാളം പോലെയുള്ള ഒരു പ്രോഗ്രാമിലാണ് മനോജിന്റെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗത്തിലെ തന്നെ ഈ നമ്മുടെ ഭാഷയുടെ ശുദ്ധി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഭാഷയുടെ പ്രൗഢത എന്ന് അതൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിച്ച ഒരു സംഗതിയുണ്ട്. എന്തുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഒരു നല്ല പാഠം ചൊല്ലിക്കൊടുക്കുന്ന അധ്യാപകനായി ഇദ്ദേഹം എല്ലായിടത്തും പോകുന്നില്ല. പിന്നീട് എനിക്ക് നമ്മുടെ ഡയറക്ടർ രമേശ് ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, മനോജ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ സ്പാർക്ക്, ഈ പറഞ്ഞ മലയാളത്തിന്റെ തീപ്പൊരി അത് വിതറുന്നുണ്ട് എന്ന് അറിഞ്ഞു. ഇവിടെ എങ്ങനെയാണ് അതിന്റെ അക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉണ്ട്? അത് വലിയൊരു ചോദ്യമാണ് കേട്ടോ. കാര്യം ആദ്യം തുടങ്ങുന്ന സമയത്ത്, ഇതിന്റെ അധ്യയനം തുടങ്ങുന്ന സമയത്ത് പലരും പറഞ്ഞു നമുക്കിതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, നമുക്ക് ഒരു കാര്യം, ഇത് വലിയ കാര്യം, ഇന്നത്തെ കാലത്ത് ഇതൊന്നും പഠിച്ചൊന്നും കാര്യമില്ല. അവിടെയും അത് ചോദ്യചിഹ്നമാണ്. അവർ പറയുന്നത് മറ്റുള്ളത് എല്ലാം പഠിക്കുക, നമ്മുടെ ഈ ഇത് കൊണ്ട് പഠിച്ചുകൊണ്ടൊന്നും നാളെ ഒരു ജോലിയോ നാളെ ഒരു അത് കൂടെയുള്ള സമ്പത്തോ ഒന്നും ഉണ്ടാക്കാൻ സാധ്യമാകില്ല. അപ്പം ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, സമ്പത്ത് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാത്രം മുൻനിർത്തി ആ ഒരു പ്രയാണം നമ്മുടെ ജീവിതത്തിൽ പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് മാതൃത്വമാണ്. അതാണ് ഭാഷ, അതാണ് അതിലടങ്ങിയ സംസ്കാരം. ഇത് നമ്മൾ ചെയ്യുന്നത് 3-4 രീതികളിലാണ്. ഒന്ന്, ആദ്യം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു.
അക്ഷരങ്ങൾ തീർച്ചയായിട്ടും പഠിക്കാതെ രക്ഷയില്ലല്ലോ. അപ്പൊ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിനോട് കൂടി തന്നെ അത് എഴുതാനും വായിക്കാനും കുട്ടികളെ പ്രത്യേകിച്ച് പരിശീലനം ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഉറക്കെ വായിക്കുമ്പോൾ പണ്ട് നമ്മുടെ അമ്മമാർ പറയുമായിരുന്നു, പഠിപ്പിച്ച ശേഷം ഉറക്കെ വായിക്കാൻ പറയും. അപ്പം അതിലെ തെറ്റെന്താണ്, അതിലെ ശരി എന്താണ് എന്ന് മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനത്തെ ഒരു ശീലമായിരുന്നു നമ്മുടെ ആ പഠന രീതി. അപ്പൊ അങ്ങനത്തെ ആ രീതി കുട്ടികളിലേക്ക് ഒരു പഠന വിഷയമായി തന്നെ കൊടുക്കുന്നു. അക്ഷരങ്ങൾ പഠിക്കുന്നതിനോട് കൂടി തന്നെ വായിക്കുന്നതിനുള്ള ഒരു രീതി, വായിച്ച ശേഷം അതിലെ ആ സത്ത, അതിലെ അടയിരിക്കുന്ന ആ അറിവ് ഉൾക്കൊള്ളുക എന്നുള്ള രീതി കൂടി. അപ്പൊ അതിൽ പഴഞ്ചൊല്ലുകൾ പഠിപ്പിക്കുന്നു, ധാരാളം പഴഞ്ചൊല്ലുകൾ. നമ്മുടെ പഴഞ്ചൊല്ലുകൾ എന്തൊരു സൗന്ദര്യാത്മകമായ ചിന്തയാണ്, എന്തൊരു ദാർശനിക സ്വഭാവം തരുന്നത്. കേൾക്കട്ടെ. ഇപ്പൊ ലളിതമായിട്ട് നോക്കൂ, മിന്നുന്നതെല്ലാം പൊന്നല്ല, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. ഇതൊക്കെ ലളിതമാണ്, പക്ഷെ ഇതിലെ ചിന്ത എത്രമാത്രം മഹത്വമാണ്. അതെ അതെ. അപ്പൊ ഒന്നെങ്ങനെ എഴുതാം, ഒന്നിങ്ങനെ എഴുതാം എന്നൊക്കെ പറയുന്ന കുഞ്ഞുണ്ണി മാഷ്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ദാർശനിക സ്വഭാവമുള്ള പഴഞ്ചൊല്ലുകളും അറിവുകളും കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാനും പഠിക്കാനും ഉള്ള ഒരു പ്രേരണയും ഒരു ശക്തിയും അവർ കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു വന്നത് ഇതിന്റെ സ്വീകാര്യത, ഇതിനെ ഒരുപാട് പേര് വാല്യുബിൾ ആയിട്ട് കണ്ട് അവര് ക്ഷണിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ആദ്യകാലങ്ങളിൽ നമ്മൾ ഇപ്പൊ ഏതാണ്ട് ഒരു 500 ക്യാമ്പുകൾ കഴിഞ്ഞു. ഇപ്പൊ യു എ തന്നെ ഒരു 300-340 ക്യാമ്പുകൾ കഴിഞ്ഞു. നാട്ടിലും ചെയ്യുന്നുണ്ട് കേട്ടോ, അദ്ദേഹം പറയാം, നാട്ടിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം പറഞ്ഞു നമുക്ക് വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിന്റെ പ്രാധാന്യം കൊടുത്ത് ഒരു സമയം പോക്കെന്നുള്ള രീതിയിൽ ചെയ്യാമെന്ന് പലരും പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഇതിന്റെ അർത്ഥങ്ങളും ഇതിനുള്ള ആ ഒരു ഇത് അക്ഷരം പഠിപ്പിക്കുന്നതിനെ കൂടി നമ്മുടെ ഗ്രാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ആ പുഴയെക്കുറിച്ച് പറയുന്നുണ്ട്, ആ കിളികളെക്കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ ശബ്ദം കേൾപ്പിക്കാറുണ്ട്. അങ്ങനെ ഇവിടുന്ന് പോകാത്ത കുട്ടികളുണ്ടല്ലോ ധാരാളം. അപ്പം അങ്ങനെയുള്ള അറിവുകൾ അവർ കിട്ടിയപ്പോൾ അത് പതുക്കെ സ്വീകരിച്ചു തുടങ്ങി. ഏഷ്യാൻ റേഡിയോയുടെ ഒരു ID സിഗ്നേച്ചർ ട്യൂൺ, അതില് മഴയാണ്, മലയാള മഴയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വന്നപ്പോൾ അപ്പൊ നമ്മളെ പ്രതികരിക്കുന്ന നമ്മുടെ ശ്രോതാക്കളുണ്ടല്ലോ, അവരുടെ മനസ്സ് എത്ര കുളിർമയാർന്നു എന്നുള്ളത് ഞങ്ങൾ അപ്പോഴ് മനസ്സിലാക്കി. അതായത് ഒരു മലയാള മഴയാണ്, മഴയുടെ ഒരു സാന്നിധ്യം കടന്നു വന്നു. ഈ ചെല്ലുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന എല്ലാ പ്രോഗ്രാംസും അവരുടെ കാതിൽ ചെന്ന് വീഴുന്നത് ഒരു കുളിർമയാർന്ന മഴയായിട്ടാണ്. ഒരു മഴയും ഒരു കാടാണ്, തോടാണ്, മഞ്ഞാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ കാടും തോടും മഞ്ഞും ഒക്കെ തന്നെ പ്രതീകങ്ങളാണ്. ആ പ്രതീകങ്ങൾ ഉടനെ തന്നെ മനസ്സിലേക്ക് കയറി ചെന്നിട്ട് പിന്നെ അവര് അതുമായി ചേർത്ത് വെക്കുന്ന വലിയൊരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു കുഞ്ഞിന്റെ മനസ്സിലാണെങ്കിലും മുതിർന്നവരുടെ മനസ്സിലാണെങ്കിലും ഒക്കെ ഒരുപോലെ ചെലുത്തുവാൻ അല്ലെ കഴിവുള്ള സംഭവമാണ് ഒരു വാക്ക്. മനോജ് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം അക്ഷരം പഠിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ എത്ര ധന്യമാണ് താങ്കളുടെ ജന്മം എന്ന് വിചാരിച്ചു. കാരണം അക്ഷരം എന്നുള്ള പ്രയോഗം തന്നെ നമ്മുടെ ഇന്ത്യൻ ഭാഷകളിലൊക്കെ മാത്രമേ ഉള്ളൂ, നശിക്കാത്തത്. അതിനൊരു ഇമ്മോർട്ടാലിറ്റി ഉണ്ട്, അതെ, ക്ഷയിക്കാത്തത്. മറ്റുള്ളതിലൊക്കെ ലെറ്റേഴ്സ് ഒക്കെ ആയിരിക്കാം, പക്ഷെ അക്ഷരം, ആ അക്ഷരത്തെയാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നത്. പക്ഷെ ഈ അക്ഷരത്തെ അതിന്റെ യഥാർത്ഥ മൂല്യത്തോടുകൂടി മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് പ്രവാസ ലോകത്തും കഴിയുന്നില്ല. മലയാളികൾക്കിടയിൽ തന്നെ തുലവും കുറവാണ് അതിനെ മനസ്സിലാക്കുന്നത്. അവർ മറ്റു ഭാഷകളിലൊക്കെ പോയി കഴിഞ്ഞാലേ അവർക്ക് മേന്മ കിട്ടുകയുള്ളെന്ന് വിചാരിച്ചു പോകുന്നു. അതെ, നമ്മുടെ ഭാഷയിലുള്ള ആ സംസ്കൃതിയും നമുക്ക് അയൽപ്പക്കങ്ങളുണ്ടായിരുന്നു. നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇതൊരു വ്യത്യാസപ്പെടുത്തി പറയവല്ല, ചില യാഥാർത്ഥ്യങ്ങൾ അയൽപ്പക്കങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറയുമായിരുന്നു, ഓലമേഞ്ഞ വീടുകൾ നമ്മൾ ഒരു ഗ്രാമത്തിന്റെ ഉത്സവമായിരുന്നു. തൊട്ടടുത്തുള്ള വീടിന് അല്ല ഗ്രാമത്തിലുള്ള പല ആൾക്കാർ ഓലമേഞ്ഞ് കിട്ടുന്ന ഒരു അറിയാമല്ലോ ആ സമ്പ്രദായം. ഞാൻ ഓലമേഞ്ഞ വീട്ടിൽ കിടന്നിട്ടുണ്ട്. എന്റെ അപ്പനും അമ്മയൊക്കെ ഉള്ള സമയത്ത് വീടിനോട് ചേർന്നിട്ട് ഓലമേഞ്ഞ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പോയി കിടക്കുമ്പോൾ മഴ പെയ്യുമ്പോഴുള്ള ഒരു ചറപറ സൗണ്ട്, അതൊരു അനുഭൂതിയാണ്. അതൊരു അനുഭൂതിയാണ്. അത് കഴിഞ്ഞ് മഴ കാണാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഓല തുമ്പിൽ നിന്ന് വീഴുന്ന ആ ശബ്ദം മാത്രമല്ല, അത് വീഴുന്ന സ്ഥലങ്ങളിൽ കുഞ്ഞു കുഞ്ഞു കുഴികളുണ്ടാവും. മഴ കഴിഞ്ഞിട്ട് നമുക്ക് അതൊരു ചിത്രം പോലെ തോന്നും.
ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കോറിയിടുന്നത് അല്ലെങ്കിൽ എന്റെ ചിന്തകളിൽ ഇത് വരുന്നത് എന്റെ ഭാഷയോടുള്ള സ്നേഹം കൊണ്ടാണ്. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് പിന്നെ ഈ ഏറ്റവും വലിയ എക്സിക്യൂട്ടീവ്സിനൊക്കെ തന്നെ മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിൽ പറയുന്നവർക്ക് മലയാളത്തിനുള്ള സ്നേഹം തുറന്നു പറഞ്ഞുകൂടാ? അതെ, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. കാര്യം ഇപ്പം പ്രത്യേകിച്ച് നമുക്കൊരു ആത്മാർത്ഥമായൊരു സ്നേഹം, ഒരു ത്യാഗോത്മകമായ ഒരു സ്നേഹം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു മനുഷ്യൻ പൂർണ്ണമാകില്ല. സ്നേഹം ഒരു യാന്ത്രികത ആണെങ്കിൽ അത് താൽക്കാലികമാണ്. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തട്ടുന്ന പുഞ്ചിരിയാണ് ആ ക്രിയാത്മകമായ ഒരു സന്തോഷത്തിന്റെ പ്രതീകം. ആ ഒരു പുഞ്ചിരിയാണ് ഭാഷ തരുന്നത്, സംസ്കാരം തരുന്നത് അതിലുള്ളത്. അപ്പം ഒരു ഏകമായ സങ്കല്പം, എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഒരു ഏക സങ്കല്പം, മലയാളിയുടെ ആ ഒരു കർത്തവ്യബോധം ലോകത്തിന് നന്മയാർന്നൊരു പ്രതീകമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കാലാന്തരങ്ങളിൽ ആ വ്യക്തിയിലോ ആ ഒരു ചെറിയ ഒരു വ്യവസ്ഥയിലോ മാത്രം ഒതുങ്ങി വന്നപ്പോൾ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. നാട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ വരുമ്പോഴാണ് ആ മലയാളത്തിന്റെ ആ ചിന്ത ഭയങ്കര ചിത്രത്തിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഏറ്റവും വലിയ നൊസ്റ്റാൾജിയ പ്രവാസിക്കാണുള്ളത്. പ്രവാസിക്ക് ഇവിടെ ഇരിക്കുമ്പോ നാടിനെ കുറിച്ച് ചിന്തിക്കും. നാട്ടില് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തോടും പുഴകളും ഒക്കെ കണ്ടു കഴിയുമ്പോഴേക്കും അതിൽ മുങ്ങിക്കുളിക്കാനും അല്ലേ വല്ലാത്തൊരു ദാഹമാണ്. അതെ, ഇവിടുന്ന് കുട്ടികൾ പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മള് ഈ അധ്യയനം കഴിയുന്ന സമയത്ത് അവർ തോട് പോയി കാണുന്നുണ്ട്, പുഴ പോയി കാണുന്നുണ്ട്, കിളികളെ നോക്കി നിൽക്കുന്നുണ്ട്, മുറ്റത്ത് കളിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഒരു അറിവുകൾ നേടാൻ ശ്രമിക്കുന്നുണ്ട്. അതിവിടെയും അതിന്റെ അറിവുകൾ പകർന്നു കൊടുക്കാൻ വേണ്ടി നന്നായിട്ട് ഇപ്പൊ നമുക്ക് ഈ കുടുംബങ്ങളിലേക്ക് ഇതിന്റെ ഒരു ആശയം കൊടുക്കുന്നു. പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ നമ്മുടെ പരിപാടികൾ ധാരാളം വരാറുണ്ട്. അവര് ആ ഒരു അറിവ് അവർ ഉൾക്കൊണ്ടുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അതൊരു വലിയ കാര്യമായി കാണുന്നു. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി എനിക്ക് മനസ്സിന് ഭയങ്കര ഭാരമാണെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ. ആ സ്നേഹം, ആത്മാർത്ഥമായ സ്നേഹം നമ്മൾക്ക് കിട്ടിയെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൽ നിന്ന് ആ കരുത്ത് കിട്ടും. ആ കരുത്താണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് മലയാളത്തിന്റെ സംസ്കാരവും മലയാളത്തിന്റെ ദാർശനിക സ്വഭാവം. കാര്യം മറ്റുള്ളവരെല്ലാം സ്നേഹിക്കുന്നു. അതിലൂടെ നമ്മൾ ഈ ഒരു ആപ്ത ചിന്തയെ, ലോകത്തിന് നന്മ കൊടുക്കുന്ന ഈ ചിന്തയെ സ്നേഹിച്ചില്ലെങ്കിൽ അവിടെ എങ്ങനെ ഒരു ഏകസങ്കല്പം ഉണ്ടാവും, വലിയൊരു ദിവ്യമായ പരിവേഷം ഉണ്ടാവും. അതെ, എന്റെ ഒരു സുഹൃത്ത് ഇടയ്ക്കിടെ ചൈന സന്ദർശിക്കുന്ന ആളാണ്. ഇന്ത്യയെക്കുറിച്ച് അല്ലെങ്കിൽ ഭാരതത്തെക്കുറിച്ച് ഏറ്റവും വലിയ വീര്യമുള്ള ബോധമുള്ള ഒരു ദേശസ്നേഹി കൂടിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള വികസനത്തിലും ഒക്കെ അഭിമാനമുള്ള ആള്. പക്ഷെ വന്നിട്ട് പറയും, ഭാഷയെ സ്നേഹിക്കുന്നവരുടെ കാര്യം പറഞ്ഞാൽ ചൈനക്കാരെ കണ്ടുപിടിക്കുന്നു. ശരിയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പം IT-യിലൊക്കെ ഏറ്റവും വികസനമുള്ള രാജ്യം, അവിടുത്തെ അസംബ്ലിംഗ് യൂണിറ്റ്സ് ആണ് എല്ലാ സാധനങ്ങളും, ലോകത്തിലെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെല്ലാം അസംബിൾ ചെയ്ത് നമുക്ക് തരുന്നത്. എവിടെയെങ്കിലും ഒരു പുതിയ ഉൽപ്പന്നം ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ കോപ്പി ഉടൻ തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള മസ്തിഷ്ക ശക്തിയുള്ളവർ എന്നൊക്കെ പറയുന്നു. പക്ഷെ അവര് ഈ കമ്പ്യൂട്ടറിനുള്ളിലും ചെയ്യുന്നത് ചൈനീസ് ഭാഷയിലാണ്. മാത്രമല്ല, നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, പല ബാങ്കുകളുടെയും ATM-കൾ തുറന്നു കഴിഞ്ഞാൽ ചൈനീസ് ഭാഷ ഒരു പ്രധാന ഭാഷയായിട്ട് അവിടെ കാണും. അതെല്ലാം അവർ ചെയ്യുമ്പോൾ നമുക്കെന്തുകൊണ്ട് നമ്മുടെ ഭാഷയിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ പുരോഗമനങ്ങൾക്കും വേണ്ടി നമ്മുടെ ഭാഷയിൽ തന്നെ ചിന്തിച്ച് പ്രവർത്തിച്ചുകൂടാ? പ്രവർത്തിക്കുന്നതാണ് പ്രശ്നം. പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് കഥകളിയെ ക്യാപ്സുലേറ്റഡ് ആക്കാൻ വേണ്ടിയുള്ള തൃഷ്ണയാണ് നമുക്കുള്ളത്. എന്നാൽ അതിനെ ആസ്വദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ഞാനിത് കഴിഞ്ഞ ദിവസം ഇതൊരു ചടങ്ങിൽ, കുട്ടികളുടെ ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോ, അപ്പം നമുക്ക് പണ്ട് ഈ വെന്ത വെളിച്ചെണ്ണ അറിയാമല്ലോ, വെന്ത വെളിച്ചെണ്ണ തലയിലൊക്കെ തേച്ച് ശരീരമാസകലം പുരട്ടിയിട്ട് നിർത്തിയിട്ട് കുട്ടികളെ കുളിപ്പിക്കുകയും ചർമ്മരോഗത്തിനൊക്കെ വളരെ പ്രതിരോധ അങ്ങനെയൊക്കെയുള്ള ഒരു ശൈലി നമുക്കുണ്ടായിരുന്നു. ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചു, ഇങ്ങനെയുള്ള രീതികളൊക്കെ അറിയാമോ, അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നില്ല. ഇതിനുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞ നാട്ടറിവുകളുടെ ഒരു അവസ്ഥയാണ് പറഞ്ഞത്. ഇങ്ങനെ ഓരോ കാര്യം, അതിൽ കക്കൻ അറിയാമല്ലോ, പണ്ടത്തെ ഈ വെളിച്ചെണ്ണയുള്ള കക്കൻ. അപ്പൊ ഇതൊക്കെ ഞാൻ പറയാൻ കാര്യം വെച്ചാൽ മലയാളത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ജീവിത സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് വളരെ രോഗപ്രതിരോധ ശക്തി നൽകിയിരുന്ന ഈ അറിവുകൾ പുതിയ തലമുറയിലേക്ക് നമ്മൾ കൊടുക്കുന്നില്ല.
ഇതൊരു ഉദാഹരണം മാത്രം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും, ഇപ്പം മണ്ണിൽ വളരുന്ന ചെടികൾ, ഇപ്പം ചെമ്പരത്തിയുടെ ഗുണങ്ങൾ, ഇത് നാട്ടിലെ അവസ്ഥയാണെങ്കിലും ഇവിടെ പലരും ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം ഇവിടെ ചെമ്പരത്തി നട്ടു തുടങ്ങിയ ചെമ്പരത്തി നട്ടു തുടങ്ങിയിട്ടുണ്ട്. പല കൃഷികൾ ഇങ്ങനെയൊക്കെ എന്താ പറയാ, വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ആട്ടിയ വെളിച്ചെണ്ണ എന്നും വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്നില്ലേ? അതെ. ആ സമയത്ത് വെന്ത വെളിച്ചെണ്ണ കുഞ്ഞിന്റെ തലയിൽ തേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർ കേൾക്കില്ല. എന്നാൽ അതേ സമയത്ത് ഇത് പേറ്റന്റ് നേടിയ വെർജിൻ കോക്കനട്ട് ഓയിലാണ് എന്ന് പറഞ്ഞിട്ട് അതാണ് ഇതിൽ കൂടുതലായിട്ട്, അതിന് വിലയും കൂടുതലാണ് എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കുക. വളരെ ശരിയാണത്. അങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എന്തെങ്കിലും പ്രത്യേക ഒരു ഭാവത്തിലോ രൂപത്തിലോ പൊതിഞ്ഞ് കാണിക്കുന്ന മുഖം മൂടിയിട്ട് അത് പെട്ടെന്ന് ഉൾക്കൊള്ളുക. ഇത് സാധാരണ നമ്മുടെ അടിസ്ഥാനപരമായ ഒരു താത്വിക ബോധവും അറിവും അതെല്ലാം ഉള്ള ആ ഒരു കാര്യം ഉൾക്കൊള്ളുന്നില്ല. അത് ഒരു മാറ്റം വന്ന മലയാളിയുടെ ഒരവസ്ഥയാണോ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇന്ന് അതിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട് ആൾക്കാർ, അത് കണ്ടറിയുന്നുണ്ട്. അപ്പൊ ഈ വെളിച്ചെണ്ണയെ പറ്റി മാത്രം ഒരു ദിവസം ഒരു അധ്യയനം നടത്തിയിരുന്നു നമ്മൾ. വെളിച്ചെണ്ണയുടെ ഈ നാളികേരത്തെ കുറിച്ച്, നാളികേരത്തിന്റെ, തെങ്ങിന്റെ പൊങ്ങ്, അതുപോലെ ഓരോ കാര്യങ്ങളും, അത് തരുന്ന ഗുണങ്ങൾ, പല ആൾക്കാരും അതിന്റെ അറിവുകൾ ഉൾക്കൊള്ളാനും അത് ഉപയോഗക്രമത്തിൽ കൊണ്ടുവരാനും ശ്രമിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റം ഇപ്പൊ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുന്നത്. ഇപ്പൊ സ്നേഹം കിട്ടാത്തപ്പോഴാണോ സ്നേഹത്തിന് വേണ്ടി നമ്മൾ പരക്കം പായുന്നത്? അവിടെയാണ് ഭാഷയുടെയും സംസ്കാരത്തിന്റെ ഒരു അർത്ഥം പലരും അതിലേക്ക് വന്നു ചേരുന്നത്. ഏതൊക്കെയോ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. കോളേജിലോ ഒക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ കൗമാരപ്രായത്തിലൊക്കെ എത്തിയവർ ഒരു പ്രണയലേഖനം എഴുതാൻ തന്നെ മറ്റുള്ളവരുടെ സഹായം പ്രണയലേഖനം എഴുതി കൊടുക്കുന്നവരും കാണും. അപ്പൊ അങ്ങനെയുള്ള ഒരു മനസ്സ് അറിയിക്കണമെങ്കിൽ, പ്രണയം മാത്രമല്ല, ഒരു മനസ്സിനെ, അത് ചിലപ്പോൾ ധൈര്യം അറിയിക്കണമെങ്കിൽ ഒക്കെ ഏറ്റവും, ഇത് എഴുത്തിലൂടെയാണെങ്കിലും അതല്ല സംസാരത്തിലൂടെയാണെങ്കിലും ഒക്കെ ഭാഷയുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ്. അത് അവന് കോൺഫിഡൻസ് നൽകുന്നത് ഭാഷ തന്നെയാണ്. ഈ കോൺഫിഡൻസ് കുറവാണ് ഇവിടുത്തെ കുട്ടികളിൽ പലപ്പോഴും കാണാറുള്ളത്. വളരെ ശരിയാണ്. ആ ഒരു ചിന്തയിലേക്ക് താങ്കളെ ഞാൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതെ, എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയാണ് പല കുട്ടികൾക്കും. അതിനുള്ള പ്രവർത്തനം ഒരു ക്യാപ്സ്യൂൾ തരത്തിൽ മാത്രം എടുത്ത് അതിന്റെ ഉത്തരം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സഞ്ചാരമാണ് പലപ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ജോലിക്ക് വേണ്ടി പഠിച്ച് മാറ്റി എടുത്ത് അതിൽ ഉത്തരം കണ്ടെത്തുക. പക്ഷെ ഒരു വ്യക്തി നിർമ്മാണത്തിനാണല്ലോ ഈ ആത്മവിശ്വാസം വേണ്ടിയത്. അത് ആ കുടുംബത്തിന് ഗുണമുണ്ടാവണം, സമൂഹത്തിന് ഗുണമുണ്ടാവണം, ലോകത്തിന് ഗുണമുണ്ടാവണം. അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസം പലർക്കും ഇവിടെ കുറവാണ് കുട്ടികൾക്ക്. അതിന് പ്രത്യേകമായ ഒരു ധൈര്യം പകർന്നു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. മനോജിന്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതുപോലെയുള്ള ഒരുപാട് പേരെ കണ്ടു കാണുമായിരിക്കും. ഒരുപാട് കുട്ടികളെയും രക്ഷകർത്താക്കൾ ചിലപ്പോൾ വന്ന് നമ്മളോട് പറയുന്നത് കുട്ടികൾ അന്തർമുഖരാണ്, അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, അവർക്ക് ഏതൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെന്ന്, ഏതൊരു കോഴ്സ് എടുക്കണമെന്നറിയില്ല. ഇനി അവരെ കൊണ്ടുവന്ന് കേരളത്തിൽ വിട്ടുകഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാനോട്ട് അറിയില്ല. ബ്രോയിലർ ചിക്കനാണ്. ഈ ഒരു പദം പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളതാണ്. കാരണം ഇവിടുത്തെ കുട്ടികളെ പലർക്കും അവർക്ക് ആ ഒരു ആത്മവിശ്വാസ കുറവ് പലപ്പോഴും ഉണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ബേസിക് റീസൺ എന്ന് പറയുന്നത് അവന്റെ ഭാഷയിലുള്ള സ്നേഹം കുറഞ്ഞതും അവന്റെ ചിന്ത, ഏത് ചിന്തയാണ് അതുപോലും മിക്സ്ചറായി പോയി അല്ലേ? അതെ അതെ അതെ. നമുക്കൊരു ത്യാഗ മനോഭാവം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. അമ്മയോടുള്ള സ്നേഹം, അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം, ആ കുടുംബത്തുള്ള ഒരു അവസ്ഥ. നമുക്ക് നേരത്തെയൊക്കെ ഒരു പത്രം വരുമ്പോൾ തന്നെ ഏറ്റവും ഉദാഹരണം, ഒരു 4 പേരും കൂടി, ഇപ്പൊ 2 കുട്ടികളും അച്ഛനും അമ്മയും 4 പേരും കൂടിയാണ് വായിക്കുന്നത്. ഓരോരുത്തരും ഓരോ പത്രം എടുക്കും. എന്നിട്ട് അവിടെയുള്ള ഒരു ചർച്ചയും അറിവുകളും പരസ്പരം പറഞ്ഞു കൊടുക്കുക. മനോജ് ഒരു വലിയ ദൃശ്യത്തിലേക്ക്, ഓർമ്മയിലേക്കുമാണ് എന്നെ കൊണ്ടുപോയത്. അച്ഛനും ഞാനും ഇരുന്ന് വായിക്കുന്ന ആ രംഗമൊക്കെ, ഞാൻ എന്റെ വീട്ടിൽ വേറെ ആരുമില്ല, അച്ഛനും ഞാൻ മാത്രമേ ഉള്ളൂ, സഹോദരങ്ങളില്ല. അപ്പൊ വന്നു കഴിഞ്ഞാൽ പ്രധാന പേജ് അച്ഛനുള്ളത്. അതെ, പ്രധാനപ്പെട്ട പേജ് അവിടെ അകത്തുള്ള ഒരു പേജ് ആയിരിക്കും. നമ്മൾ ആ സമയത്ത് തന്നെ ആ പ്രധാന പേജിലെ വാർത്ത എന്താണെന്ന് നമ്മൾ പുറകെ കൂടി ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ ഇഷ്ടമല്ല, നീ അത് കൃത്യമായിട്ടിരുന്ന് വായിക്കണം എന്ന്. അവിടെ തുടങ്ങുന്നു സ്നേഹം, അവിടെ തുടങ്ങുന്ന സ്നേഹം. പക്ഷേ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഇന്ന് ഇവിടെ കുടുംബങ്ങളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏറ്റവും പ്രസക്തമാണ്. ജോലിയുടെ തിരക്ക് ശരിയാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ജോലി. ഇതിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. കാര്യം പരസ്പരം എല്ലാവരും കാണുന്നില്ല. അച്ഛനും അമ്മയും കാണുന്നു, അതൊരു സമയത്ത്. കുട്ടികൾ തമ്മിൽ കാണുന്നു, അതൊരു സമയത്ത്. കുട്ടികൾ വന്നാലും ഇന്റർനെറ്റിലോ അല്ലെ പിന്നെ എന്താ പറയുക മറ്റെന്തെങ്കിലും കളികളിലോ
ഒന്നിച്ചിരുന്നൊരു സംസാരമില്ല. ഒരു ഊണുമേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരു സംസാരിക്കുന്ന ഒരു ആഹാരത്തിന് മുമ്പ് സംസാരിച്ച ശേഷം ഊണ് കഴിക്കുക എന്നുള്ള ഒരു രീതി അതൊക്കെ മാറി വന്നിരിക്കുന്നു. അത് കഴിഞ്ഞിരുന്നു ട്യൂഷൻ കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ. അങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലാണ്. ഈ ഓട്ടപ്പാച്ചിൽ വരുമ്പോൾ മനസ്സിനങ്ങ് യാന്ത്രികത അങ്ങ് വന്നു ചേരുകയാണ്. പ്ലസ് പോയിന്റ് തുടരുന്നു ഏഷ്യാനെറ്റ് റേഡിയോ 657. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ മനോജ് കളരിക്കൽ. മനോജ്ഞത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മനോജ്ഞത്തിന്റെ ഗുണഫലങ്ങൾ അത് അറിയുവാൻ വേണ്ടി ഒരു താല്പര്യമുണ്ട്. അപ്പം നമ്മുടെ ശ്രോതാക്കളിൽ ഒരുപാട് പേർക്ക് ഇപ്പോ താങ്കളുമായി സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ താങ്കൾ മനോജ്ഞം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മനോജിനെ വിളിക്കണമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. മനോജിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും. അതെ, തീർച്ചയായിട്ടും. 050-129-7030. ഒന്നുകൂടി പറയാം, 050-129-7030. ഇനി ഈ വിളിക്കുന്ന സ്ഥലങ്ങളിൽ സമ്മേളനങ്ങൾക്ക് താങ്കൾ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. അതല്ലാതെ കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ മുതിർന്നവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അത് ഒരു ഭയങ്കര രസകരമായ ഒരു പ്രോസസ്സാണല്ലോ. ഭയങ്കര രസകരമായ ഒരു സംഭവമാണ് അത്. കുട്ടികളുടെ കൂടെ വന്നിരുന്ന കഴിഞ്ഞ കുട്ടികളുടെ കൂടെ ഏറ്റവും മുന്നേ വന്നിരുന്ന രണ്ട് മാതാപിതാക്കളെ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എടുക്കണോ? അല്ല, ഞങ്ങളും കുട്ടികളാണ്, ഞങ്ങളുടെ കുട്ടികളുടെ അത്രയും ആയിട്ടുള്ളൂ, ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കണം. അപ്പൊ അത് ആ ഒരു ലാളിത്യം എനിക്ക് സന്തോഷമുണ്ടായി മനസ്സിന്റെ ഉള്ളിൽ. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന രീതി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടികളും മുതിർന്നവരും അതുപോലെ ഭാഷ അറിയാൻ താല്പര്യമുള്ളവരും എല്ലാവരെയും ഒന്നിച്ചിരുത്തിയാണ് പഠിപ്പിക്കുന്നത്. അതിന് 3-4 ഘട്ടങ്ങളായിട്ട് അവിടെ ഈ അധ്യയനത്തിന്റെ ക്രമം ഏർപ്പെടുത്തും. അക്ഷരങ്ങൾ അറിയാൻ വയ്യാത്ത കുട്ടികളെ അക്ഷരം മാത്രം പഠിപ്പിക്കുന്നു. അക്ഷരം പഠിച്ച ശേഷമുള്ള കുട്ടികളെ അവർക്ക് ഈ നാട്ടറിവുകൾ, ഈ അതുപോലുള്ള പല ഈ പ്രപഞ്ചത്തിലെ അറിവുകൾ, പുഴയുടെ അറിവ്, അല്ലെ കിളികളെക്കുറിച്ചുള്ള അറിവ്, ശബ്ദങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല ഭാവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം ഈ കലാരൂപങ്ങൾ. നമ്മൾ കേരളത്തിലുള്ള ഈ പലതരത്തിലുള്ള കലാരൂപങ്ങൾ ഭാഷയിൽ കൂടി എത്രമാത്രം ഗുണപ്രദമാക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ധാരാളം കവിതകൾ ദൃശ്യാവിഷ്കാരങ്ങൾ ചെയ്യുന്നുണ്ട്. ധാരാളം കവിതകളുടെ ദൃശ്യാവിഷ്കാര നൃത്ത രൂപാന്തരങ്ങൾ മനോജ്ഞത്തിലൂടെ. അപ്പം ഏറ്റവും പ്രധാനമാണ് കഴിഞ്ഞ ടീമുണ്ടോ കുട്ടികളെ നമ്മൾ ഇവിടെ തന്നെ കുറെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട്, രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അവരെ പഠിപ്പിച്ച് ഇപ്പം ഏതെങ്കിലും ഒരു കൃതിയുടെ ആശയങ്ങളൊക്കെ എടുത്ത ശേഷം അത് ഒരു രൂപാന്തരമാക്കി നൃത്തത്തിന്റെ ഒരു പ്രതിഭാസം അത് സമൂഹത്തിന് മുന്നിൽ കാണിക്കുകയാണ്. നമ്മൾ പല വാദ്യങ്ങളെ കുറിച്ച് നമ്മളൊരു ഷാർജ ബുക്ക് ഫെയറും ചെയ്തിരുന്നു 2 വർഷം മുമ്പ്. പല വാദ്യങ്ങളുടെ അറിവുകൾ കൊടുത്ത് ആ വാദ്യങ്ങൾ എന്താണ്, അതിന്റെ ശബ്ദങ്ങൾ എന്താണ്, അതിലൊന്ന് കോർത്തിണക്കി ഒരു കേരള വാദ്യോപകരണ നൃത്തോത്സവം ചെയ്തിരുന്നു. ശരി. അതെ, അങ്ങനെ ഇപ്പം സ്വാതി തിരുനാളിനെ കുറിച്ചൊരു നൃത്തസന്ധ്യ ചെയ്തിരുന്നു. ഇതെല്ലാം ഏത് സമയത്തും റെഡിയാണ്? ഏത് സമയത്തും മിക്ക സമയത്തും നമ്മുടെ ഉണ്ട്. അത് പിന്നെ പുതിയ കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരുവാണ്. ഇപ്പൊ കനകച്ചിലങ്ക എന്ന പ്രശസ്തമായ കവിതയുടെ, ചങ്ങമ്പുഴയുടെ കവിതയുടെ മലയാളത്തിന്റെ ഏറ്റവും സൗന്ദര്യം കൊടുത്ത കനകച്ചിലങ്ക അത് ആ കവിതയുടെ ദൃശ്യാവിഷ്കാരം നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പൊ അതിൽ അറിവ് കിട്ടുകയാണ്. അപ്പൊ ഈ കുട്ടികൾ കാണുന്ന സമയത്ത് ചിലർക്ക് നൃത്തത്തിന്റെ ഭാവങ്ങളിലായിരിക്കും കാണാൻ താല്പര്യമുള്ളത്, ചിലർക്ക് കഥകളുടെ രീതിയിലായിരിക്കും, ചിലർക്ക് മറ്റ് എന്തെങ്കിലും ലളിതമായ ആഖ്യാനങ്ങൾക്കുള്ളിലായിരിക്കും. ഇങ്ങനെ പല രീതിയിലാണ് അവരിലേക്ക് അറിവ് കൊടുക്കുന്നത്. അപ്പം ഈ അക്ഷരങ്ങൾ പഠിപ്പിക്കുക എന്നത് ചൊല്ലിപ്പഠിപ്പിക്കും. ഈ കേട്ട് അവർ ചൊല്ലിപ്പഠിക്കുകയാണ്. ചൊല്ലിപ്പഠിച്ച ശേഷം അത് ഉറക്കെ വായിക്കുന്ന ഒരു ശീലം നിർബന്ധമായിട്ടും ഉണ്ടാക്കിയെടുക്കും. ഈ ഇംഗ്ലീഷിലെ ബിരുദാനന്തര ബിരുദധാരിയാണ്. അതെ, അതുകൊണ്ട് തന്നെ ഒണോമോട്ടോപ്പിയ. അതെ 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 സൗണ്ട് എക്കോയിങ് സെൻസ്. അതെ, സൗണ്ട് എക്കോയിങ് സെൻസ്. അതിന്റെ ഏറ്റവും വലിയ മകുടമായ ഉദാഹരണമാണല്ലോ ഈ കനകച്ചിലങ്ക അല്ലേ? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി. അപ്പൊ കിലുക്കം നമ്മൾ അറിയുന്നു. കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി അല്ലേ? പിന്നെ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ സംഭവം കടമിഴി കോണുകളിൽ സ്വപ്നമായി. എന്തൊരു അതൊക്കെ വിട്ടിട്ടാണോ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുന്നത്, ചിന്തയ്ക്ക് വേണ്ടി പോകുന്നത്? അതെ അതെ. ഈ സൗന്ദര്യ ആസ്വാദനം എന്ന് പറയുന്നത് ഇത്രയും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു എന്താ പറയുക, അതിന് വേറൊന്നും പറയാൻ പറ്റില്ല. അത്രമാത്രം ഉദാത്തമായ സൗന്ദര്യമാണ് മലയാളത്തിന്റെ.
ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. കൊടുക്കും. അപ്പൊ ഈ നമ്മുടെ ചുറ്റുമുള്ള ഈ മുറ്റത്തുള്ള തെങ്ങുകളൊക്കെ വെട്ടിക്കളയുന്ന ഒരു സമ്പ്രദായം ഇപ്പം നമുക്ക് കണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള തെങ്ങ് ഒരിക്കലും ചതിക്കില്ലെന്ന് പറയാം, നമുക്കറിയാം. അപ്പൊ ചുറ്റുമുള്ള തെങ്ങെല്ലാം നടുക, മുറ്റത്ത് നമ്മൾ ഈ ചെമ്പരത്തിയെ പോലുള്ള അങ്ങനത്തെ നമ്മുടെ മലയാളത്തിന്റെ മനോഹരമായ പുഷ്പങ്ങൾ നട്ടുപിടിപ്പിക്കുക. ഈ ഓരോ വൃക്ഷങ്ങള് മലയാളത്തിന്റെ പണ്ടൊരു കണമരം എന്ന് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്കത് കണമരത്തിന്റെ തൈ ലഭിക്കുമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. കൊളസ്ട്രോളിന് ഏറ്റവും നല്ല ഔഷധമാണെന്ന് പഴമക്കാർ പറയാറുണ്ട്. അപ്പം ഇങ്ങനെ മലയാളത്തിലുണ്ടായിരുന്ന, മലയാളം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഇത്രയും മഹത്തായ കാര്യങ്ങൾ എല്ലാ അറിവുകളും അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചുരുക്കത്തിൽ മനോജ്ഞത്തിൽ ഗുണഫലം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിലുള്ള ഇത്തിരി പറമ്പുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സാധിക്കും. തീർച്ചയായിട്ടും അതാണ് ലക്ഷ്യം. ഒരു മനുഷ്യനെ നിർമ്മിക്കുക, ഒരു കുടുംബം നന്നായി ജീവിക്കുക. ഇപ്പം ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലുള്ള സ്നേഹമാണല്ലോ. മലയാളിയുടെ കുടുംബത്തിലുള്ള സ്നേഹം ലോകത്തെല്ലായിടത്തും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളിൽ ഉള്ളിലുള്ള ആ ഒരു ഗ്രാമ്യമായ ശുദ്ധി ഇല്ലാത്ത ഒരവസ്ഥ വരരുത്. ആ ശുദ്ധത വരണം. ആ ഗ്രാമ്യം, ആ ഒരു സങ്കല്പം അത് വന്നേ തീരൂ. അതിൽ കൂടുതൽ പ്രചോദനം നൽകാൻ വേണ്ടി കുട്ടികൾക്ക് ഒരു പ്രേരണ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്, ഈ നമ്മുടെ ചുവരുകളുടെ എണ്ണം കൂടി വാതിലുകളുടെ എണ്ണം കുറയുകയും ചെയ്തു. വളരെ ശരിയാണ് പറഞ്ഞത്. പുറത്തേക്ക് ഇറങ്ങാനും പിന്നെ പുറത്തുള്ളവരെ അകത്തേക്ക് സ്വീകരിക്കാനും ഒക്കെ ഉള്ള സംഭവങ്ങൾ കുറച്ചിട്ട് നമ്മള് കാരാഗൃഹങ്ങളാണ് ഇപ്പൊ ഗൃഹങ്ങളെക്കാൾ കൂടുതൽ സൃഷ്ടിക്കുന്നത്. ഫ്ളാറ്റ് സംസ്കാരവും ഒക്കെ സംസ്കാരം. മറ്റേ നേരത്തെ പറഞ്ഞപ്പോ ഓലപ്പുരയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഓല പൊള്ളിച്ചെടുക്കാനും പിന്നീട് മേയാനും ഒക്കെ ഉള്ള സമയത്ത് അയൽക്കാരുടെ ഒരു സഹായമുണ്ട്. ഒരു ഉത്സവമായിരുന്നു. ഇതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഒരു ഗ്രാമത്തിന്റെ ഉത്സവമായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനം എത്ര മനോഹരമാണ്. അതൊക്കെ നമുക്കിതൊക്കെ നഷ്ടപ്പെട്ടു പോയെന്നുള്ളത് ഒരു സത്യം. പക്ഷേ കാലാന്തരങ്ങൾ മാറ്റം വരുമ്പോൾ ഇതൊക്കെ വരും. പക്ഷെ എന്നാലും നമുക്കുണ്ടായിരുന്ന ആ ഒരു സംസ്കാരം മറ്റേതെങ്കിലും രീതിയിലൊക്കെ ആയി എടുത്താൽ മനസ്സിലൊരുക്കാമല്ലോ. അതെ. ഇപ്പം ഈ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വളർന്നു വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി ഇപ്പം ഈ ഇത്രയും നാളും കൂടി 20,000 കുട്ടികളെ നമ്മൾ ഭാഷ പഠിപ്പിച്ചു കഴിഞ്ഞു. 20,000. ഇപ്പം 432ാമത്തെ ക്യാമ്പാണ് ഇപ്പം കഴിഞ്ഞത്. അതും യാതൊരു സാമ്പത്തിക ലക്ഷ്യങ്ങളും എവിടെ ചെന്നാലും നമുക്ക് സമയത്തിന്റെ അനുയോജ്യമായ രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് മനോജ് കളരിക്കൽ വളരെ വ്യത്യസ്തനാവുന്നത്. ആദ്യം തന്നെ എന്നോട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഫലേച്ഛ കൂടാതെ, അതാണ് ഏറ്റവും വലിയൊരു ഉദാത്തമായ താങ്കളുടെ പ്രവർത്തന രീതി. ഫലേച്ഛ കൂടാതെ എന്ന് പറഞ്ഞപ്പം കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കാതിരിക്കാന്ന്. താങ്കൾക്ക് കർമ്മഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണല്ലേ ഏതെങ്കിലും ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ലഭിക്കുമെന്നുള്ളത്. പക്ഷെ അനേകായിരം കുട്ടികൾക്കാണല്ലോ ഈ ഭാഷയുടെ മഹത്വം വിളമ്പിക്കൊടുത്തത്. വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, ആയുരാരോഗ്യ സൗഖ്യം. അതെന്താണ്? അത് ആരോഗ്യ സംബന്ധമായ അറിവുകൾ. അതിലാ വന്ന ഇപ്പം കഴിഞ്ഞ ദിവസം ഈ ഒരു ആള് ചോദിച്ചു, ഈ തേങ്ങാപ്പാലിന്റെ ഗുണം. നമ്മുടെ തേങ്ങാപ്പാല് വളരെ ഗുണങ്ങളല്ലേ തേങ്ങാപ്പാലിന്റെ. ഇപ്പം ഈ പാല് ദഹിക്കാത്തവർക്ക് തേങ്ങാപ്പാൽ ഒരു ഔഷധമാണ്. കുട്ടികൾക്കൊരു ഔഷധമാണ് തേങ്ങാപ്പാല്. അത് ഭിഷഗ്വരന്മാരൊക്കെ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം, വൈദ്യന്മാരൊക്കെ. ഇതൊക്കെ മലയാളത്തിൽ നിന്ന് വന്നാണ്. ഈ ചെറിയ ചെറിയ ഓരോ അറിവുകൾ. നമ്മുടെ കക്കൻ ഈ മുറിവുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒന്ന് ശരീരത്തിൽ നിന്ന് സ്പർശിച്ചിങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അതങ്ങ് മാറും. ശരി. അങ്ങനെ പല അറിവുകൾ, അടിസ്ഥാനപരമായ ഒരു അറിവുകൾ വായിക്കാനും പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം. പിന്നെ ഭക്ഷണ ക്രമീകരണവും ചിട്ടയും. മനോജ് കളരിക്കലിനെ എന്റെ രീതിയിൽ, എന്റെ ഭാഷയിൽ ഞാൻ വിശേഷിപ്പിച്ചാൽ, ഇപ്പോൾ ഇത്രയും കേട്ട് വന്ന സ്ഥിതിക്ക്, ഒരാളിന്റെ ചേതന എന്ന് പറയുന്നത് അതാണ് അവന്റെ സ്വത്വം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആ ചേതനയ്ക്ക് തേജസ് കൂട്ടുവാൻ എന്തൊക്കെ വേണം? ഭാഷയിലെ സംസ്കൃതി വേണം, ശുദ്ധി വേണം. പിന്നെ വേണ്ടത് ആരോഗ്യം പരിരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നല്ല രീതികൾ, നല്ല ശൈലികൾ, ജീവിത ശൈലികൾ വേണം അല്ലേ? ആത്മവിശ്വാസം വളർത്തണം. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതിനൊക്കെ അപ്പുറമായിട്ട് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആചാരപരമായിട്ടുള്ള ഒന്നുകൂടെ പറയാൻ വിട്ടുപോയി, വായനാശീലം വളർത്താൻ വേണ്ടിയും നമ്മളൊരു കുട്ടികളിലേക്ക് പുസ്തകങ്ങൾ വായിക്കാനും. അപ്പൊ എന്തുകൊണ്ടും ഒരു വ്യക്തിത്വ വ്യക്തിത്വ നിർമ്മാണത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. അതെ, തീർച്ചയായും അത് ഏറ്റവും വലിയൊരു കർമ്മം തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് പ്ലസ് പോയിന്റിൽ വന്ന എല്ലാം പ്ലസ് ആയി തന്നെയുള്ള മനോജ് കളരിക്കലിന്റെ സേവനം, അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഞങ്ങളുടെ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്.
അദ്ദേഹത്തെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അദ്ദേഹം നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു തരും. അതെ, 050-129-7030. ഈ നമ്പറിലേക്ക് അദ്ദേഹത്തെ വിളിക്കുക. മനോജ് ഫേസ്ബുക്കിലുണ്ടോ? ഫേസ്ബുക്കിലുണ്ട്. മനോജ് കളരിക്കൽ നിന്ന് ഫേസ്ബുക്കിലുണ്ട്. പിന്നെ അതുകൂടാതെ മനോജ്ഞം എന്നുള്ളൊരു പേജുണ്ട്. ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ്. ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്, എങ്കിലും നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ തിരക്ക് പിടിച്ച സമയത്തും ഞങ്ങൾക്കായി കുറച്ച് സമയം മാറ്റിവെച്ചതിന് ഞങ്ങളുടെ ശ്രോതാക്കളുടെ പേരിൽ അങ്ങനെയുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. നന്ദി. നമസ്കാരം.